ഈ ഊഹിയത്ത് 6 കയറ്റിക്കുന്ന ശക്തിയായ സുന്നത്ത് പെരുന്നാളുണ്ട്, വലിയ പെരുന്നാളുണ്ട്, ജാവും തോന്നും. അവനും അവന്റെ മക്ക അവന്റെ പെഞ്ഞൈ അവന് ചെലവ് കൊടുക്കുന്ന നിർബന്ധായ ഇൻക്രിയനായ ആഹാര, അതേപോലെ ഡ്രസ്, അവ ഇത് വിട്ടിട്ട് ബാക്കി എന്തെങ്കിലോ അങ്ക് ഊഹിയത്ത് കൊടുക്കുന്ന ശക്തിയായ സുന്നത്തുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് തരണം. ചില അഭിപ്രായം ഉണ്ടാണ്ട് ഒന്നാളിന് മാത്രമല്ല, പെരുന്നാളുണ്ട്, ബാക്കി 3 നാളുണ്ട്, അയ്യാമത്തെ ശരിക്കും 3 നാളുണ്ട്. അപ്പൊ 4 നാളുകളിലെ ഡ്രസ്സും 4 നാളുകളിലെ ആഹാരവും 4 നാളുകളിലെ അത് കഴിച്ചിട്ട് ബാക്കി ഇന്ത്യക്കാർ കൊടുക്കൽ ശക്തിയായ സുന്നത്തുണ്ട്. എന്റെ അഭിപ്രായമുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനമായ അഭിപ്രായം ആ പെരുന്നാളുണ്ട്, ജാവും ചോറും അവനും അവിടെ ചെലവെടുക്കുന്ന നിർബന്ധമായ ആളുകളുണ്ട്. അങ്കുള്ള ആഹാര വസ്ത്ര അവ ഇന്ന് കൊണ്ടിട്ട് ബാക്കി ഇല്ലെങ്കിൽ അങ്ക് ഊഹിയത്തറക്കൽ ശക്തിയായ സുന്നത്തുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് ചോദ്യം എന്ത് അവർക്കോണോ അൽക്കട് എന്തിനു ചെന്നെങ്കിൽ 5 വയസ്സിൽ വെണ്ട, 2 വയസ്സിൽ പശു ചെന്നെങ്കിൽ അത് ഗോരിയാവും, തയ്യുമാവും, പോത്തുമാവും, എരുമയാവും, എരുതുമാവും, അത് വർഗത്തിൽപ്പെട്ട എല്ലാം അത് 2 വയസ്സാവും. ആട് 1 വയസ്സ്, അത് നെയ്യാവുക നിലറായത്ത് കാണ്ട് എല്ലാം അത് പോലാണ്. അതുകൊണ്ട് നിലറായത്താണ്ട് 2 വയസ്സാവും. 2 വയസ്സാവാണ്ട് ഉള്ളിലാവില്ല. അപ്പൊ 5 വയസ്സില്ല വെണ്ട, 2 വയസ്സില്ല പശു, നിലറായത്തിൽ 1 വയസ്സ്, 2 വയസ്സില്ല ആട്. ഇത് അയച്ചിട്ട് ഉള്ളിലേക്ക് കൊടുക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് ചൊത്താട്ട്. ഓരോ ആട് ഒരേ ആൾക്കാർക്ക്, അത് ചെണ്ടാൽ ഷെയറാണ്ടാവില്ല, ഒരേ ആൾക്കാർ ആൾക്കാർ. വെണ്ടെങ്കിൽ 7 ആൾ ഷെയറാവാം. 7 ആളുകളില്ല, ഒരാള 2 ആൾ കൂടാ, 3 ആൾ കൂടാ, 4 ആൾ കൂടാ, 5 ആൾ കൂടാ, 6 ആൾ കൂടാ, 7 ആളുകൾ കൂടാ. അത് വെണ്ടയും ഒരു പശുവും 7 ആൾത്തോളാക്കിയിട്ട് നമുക്ക് അതിന് ഷെയറാക്കിയിട്ട് കൂടാം. ഒരു പയ്യൻ നിങ്ങൾ 70,000 രൂപ എടുത്തേക്കാണെങ്കിൽ ഓരോരാൾ 10,000 രൂപ എടുത്തിട്ട് ഷെയറാക്കാം. അപ്പൊ ഷെയറാക്കുമ്പോൾ അവൻ ഇറച്ചി വേറെ ആക്കിയിട്ട് ഓരോരും ഇറച്ചി അല്ല ഊരിയത്തായിട്ട് കൊടുക്കും. ഓരോ ഷെയർ എടുക്കും, ഒന്നിട്ട് മാത്രം കൊടുത്തേക്കില്ല. അങ്ങനെ ഓരോ ഷെയർ ആ 10 കിലോ 7 കിലോ ഇന്ത്യക്ക് ഉദാഹരണത്തിന് 10 കിലോ ഓരോ 10 കിലോ തരത്തിൽ അവന്റെ വരെ ഉള്ളിയ. അപ്പൊ ആട് ഒരാൾക്ക് മാത്രം കൊടുക്കുക. തയ്യും പോത്തും പശു അതേപോലെ വെട്ടാങ്കിൽ 7 ആൾമാർക്ക് അതിൽ ഷെയറാവാണ്ട് പരിശുദ്ധമായ ഇസ്ലാം ചോട് എത്ര അർക്കനായ വലിയ പെരുന്നാളുണ്ട്. സൂര്യ ഉദിച്ചിട്ട് ചന്ദ്രകാന്ത നിസ്കരിക്കുന്നതും 2 ഹുത്തുകൾ നിർവഹിക്കുന്നു. എത്ര ടൈം വേണം അത് കളിച്ചിട്ട് പുൽഹജ്ജ് 13 മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതോട് അതിന് ടൈമുണ്ട്. മഗ്‌രിബ് ബാങ്കാവുന്നതിന് അസ്സറിന്റെ ടൈം കഴിയും. 10 ടൈമുണ്ട്. അതേ 10 ഉദാഹരണത്തിൽ നിങ്ങൾ സൂര്യ ഉദിക്കുന്ന ടൈം പെരുന്നാളുകൾ 2 ഹുത്തുകളും എത്ര ടൈമാണ് ഇവിടെ? 10 മിനിറ്റിലും ഉദാഹരണത്തിൽ ഒരു 10 മിനിറ്റ്. ചന്ദ്രകാന്ത നിസ്കരിക്കുന്ന എത്ര വേണേ? ഒരു 10 മിനിറ്റ്. 20 മിനിറ്റ് കാര്യം 6 അവധിക്കാർക്ക് തുടങ്ങാം. പക്ഷെ ഏറ്റവും നല്ലത് എട്ടാണ്ട് ചോദ്യം ഗലിയിട്ടുണ്ടാൽ കല്ലിട്ട് നിസ്കാരം കമ്മിതാക്കുന്ന ടൈമണ്ടാത്തോടെ നിസ്കരിച്ചിട്ട് ആളോട് കാക്കുകൊണ്ടില്ല. രോഗിയായ ആട് പശു വട്ടത്തില്ല. രോഗം വന്നത് ചൊറിയുണ്ട്. ഒരു ആടില അല്ലെങ്കിൽ മാടില അല്ല മറ്റൊരു ചൊറിയുണ്ട്. ഇത് ആവില്ല. അതേപോലെ ഗർഭിണിയും ആവില്ല. ഗർഭിണിയായത് അതും ആവില്ല. അതേപോലെ കണ്ണ് കാണാത്തത്, കണ്ണ് കാണുകയില്ല, അതും ആവില്ല. ചൊല്ല രോഗിയായത്, ചൊലിയുന്നത്, ഗർഭിണിയായത്, കണ്ണ് കാണാത്തത്, കാത്, നാവ്, തീല ഒന്നാം പൂർണ്ണമായിട്ട് കണ്ടായത് അല്ലെങ്കിൽ ഒരു കണ്ടായത്, ഇതൊന്നും ഉയർക്ക് മയ്യാവില്ലാണ്ട് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് ചൊത്തുണ്ട്. ഇനി ഇറച്ചിനോട് തൊന്തല് വരാത്ത രീതിയിൽ പല്ല് പൊട്ടിയത് ഇറച്ചിക്ക് തൊന്തരയില്ല, ഇതൊന്നും പ്രശ്നമില്ലതാവും. ഇത് തീരെ പല്ലേ ഇല്ലാത്തത് അതും പ്രശ്നമില്ല, അത് ഊഹിയത്തിലാവും. ഇനി ബീല അതേപോലെ തന്നെ മൊല സൃഷ്ടിക്കുകയില്ല, അത് തുറന്നിക്കുക എന്തില്ല, ബീലയില്ല, അത് മൊലയില്ല, എന്തെങ്കിലും പ്രശ്നമില്ല, അത് ഊഹിയത്തിലാവും. അതേപോലെ ഇറച്ചി പുറത്ത് വരാത്ത രീതിയിൽ ഇറച്ചിക്ക് പുറത്ത് വരാത്ത രീതിയിൽ കൊമ്പ് പൊട്ടിയത്, കൊമ്പ് അതേപോലെ ലിംഗ ഇല്ല ലിംഗജന്തു കൊണ്ടിട്ടല്ലേ അത് ഇല്ല എന്തെങ്കിലും
ആവും. പിന്നെ കണ്ണിൽ തന്നി വണ്ടി ചില മൃഗക്കെട് കണ്ണിൽ തന്നി വണ്ടി അതും പ്രശ്നമില്ല, അതും ആവും. പിന്നെ കാത് ഒരുപാട് ചൊന്ന കാത് കണ്ടയില്ലാണ്ടല്ല, ഇപ്പൊ കാതിൽ ഒറ്റയുള്ളൂ, എന്തെങ്കിലും പ്രശ്നമില്ല. കാത് കീറിയത് ഇറച്ചൊന്നും പോയിട്ടില്ല, കണ്ടെങ്കിലല്ലേ ഫോൺ കണ്ട കീറിയത് എന്തെങ്കിലും പ്രശ്നമില്ല, അതും മുറിയൊക്കെ ആവും.